ഗൈസ് ലെറ്റ്സ് മേക്ക് ഓറിയോ കേക്ക്. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഓറിയോ വേണം. ഇതൊരു 30 രൂപയുടെ ഓറിയോ എടുത്തിട്ടുള്ളത്. പിന്നെ 3 മെൽറ്റായ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറി മിൽക്ക് എത്ര എണ്ണം വേണോ അത്ര എടുക്കുക. അതേപോലെ നമുക്ക് ഇത് പാലും എടുത്തിട്ടുണ്ട്. മെൽറ്റ് പാലാണ് വേണ്ടത്, പക്ഷെ നമുക്ക് കട്ടായിട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ അപ്പക്കാരാണ് കേട്ടോ വേണ്ടത്. ഇത് വെച്ച് ഉണ്ടാക്കട്ടെ. ഫസ്റ്റ് തന്നെ നമുക്ക് ഓറിയോ പൊട്ടിക്കാം. ഓറിയോ നന്നായിട്ട് ഇതിൻ്റെ വൈറ്റ് കിട്ടിയിട്ട് അതിനേക്കാട് നല്ല രസമായിരിക്കും കേട്ടോ. വൈറ്റിൻ്റെ ക്രീം ഈ ക്രീം ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കി എടുക്കണം. ഇതാ ഈ ക്രീം ആക്കി എടുത്തിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് രണ്ട് പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സംശയം എന്താ പറയുക, ഇത് കുറച്ച് ക്രീമും ഇത് കുറേ ബിസ്ക്കറ്റാണുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ എടുക്കുന്നത് അപ്പക്കാരാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതും എടുക്കട്ടെ നിങ്ങൾക്ക്. നമുക്ക് പാല് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. കേക്ക് ഉണ്ടാക്കുന്നത് ഏത് പാത്രമാണോ അതിലേക്കാണ് നമ്മൾ പാൽ ഒഴിച്ചെടുക്കുന്നത്. പിന്നെ പാല് നമുക്ക് മെൽറ്റാവാൻ കാത്തിരിക്കണ്ട ഗൈസ്. ഇത് പൊടിച്ചിട്ട് ആക്കലും ഉണ്ട്, അതേപോലെ നമ്മൾ മുക്കിയിട്ടാണ് ഇപ്പോൾ ആക്കണത് കേട്ടോ ഗൈസ്. മിക്സ് ചെയ്യാം. അതാ പറഞ്ഞു ഗൈസ്. നമുക്ക് ഫുള്ള് ഇതിലേക്ക് അഴിച്ച് ചേർത്തെടുക്കാം ഗൈസ്. ഒരു പാല് ചെറുതായി കൂടിപ്പോയുണ്ട്. ഒരു ഓറി ബിസ്ക്കറ്റും കൂടി 30 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവരാം കേട്ടോ ഗൈസ്. എന്നിട്ട് കാണാം നമുക്ക് ഗൈസ്. രണ്ടാമത്തത് ഓറി വാങ്ങിന്. പാല് കൂടുതലാണെങ്കിൽ ഒരു ഓറി പാക്കും കൂടി ഇട്ടാൽ മതി. പാലിൻ്റെ അളവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അളവിൻ്റെ കൂടുതൽ എടുത്തതാണ്. നമ്മൾ അരക്കപ്പിൻ്റെ കാര്യത്തിൽ കൂടുതൽ എടുത്തോണ്ടാട്ടോ ഇങ്ങനെ സംഭവിച്ചിട്ട്. ഒരു അരക്കപ്പ് എടുത്താൽ മതി നിങ്ങൾ. നമുക്കിതൊന്ന് വേർതിരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് ഞാൻ എല്ലാ ഓറി ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആക്കി കണ്ടില്ല മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് പൊതന്നെയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഇതിനെക്കാട്ടി എളുപ്പം പണിയൊന്ന് മിക്സിയിൽ അടിച്ചാൽ മതി കേട്ടോ. മിക്സിയിൽ അടിച്ച ഒരു കറക്റ്റ് കൺസിസ്റ്റൻസ് കിട്ടും. നമ്മൾ മിക്സിയിൽ അടിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. വീഡിയോ നോക്കിപ്പോയി. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിലേക്ക് ഡയറി മിൽക്ക് ആക്കി കൊടുക്കും. മറ്റേ പാത്രം ബാക്കിയിട്ടുണ്ടായിരുന്നു. ഡയറി മിൽക്ക് ഈ പ്രോസസ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുട്ടായാണ് ഇത് ഫുള്ള് മെൽറ്റ് കാണാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിൽ കുറച്ച് പാലൊഴിക്കണം. പാല് ഇത്ര മതിയോ? നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇനി നോക്കിയിട്ട് ഇനി പാലൊഴിച്ചാൽ മതി. ഒരു വിപ്പിംഗ് ക്രീം പോലത്തെ ഒരു രൂപമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഗൈസ്. ഇനി കുറച്ചും കൂടി പാല് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പാലിടാം. മിക്സ് ചെയ്ത് നോക്കാം ഗൈസ്. ഇനി നമ്മൾ 2 സ്പൂണും കൂടി പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൺസിസ്റ്റൻസ് കുറച്ചും കൂടി വേണം വെച്ചുകൊണ്ട് അപ്പോൾ കുറച്ച് ഇതാക്കാം. നമുക്ക് ആ മിക്സ് ചെയ്യണ നേരം കൊണ്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് നെയ്യൊന്ന് ഇറ്റിച്ചെടുക്കാം. എന്നിട്ട് എല്ലാ സ്ഥലത്തൊന്ന് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്നെങ്കിലും ആക്കി കൊടുക്കാം. ഞാൻ ഇവിടെ ആ സമയം കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയാണ് കംഫർട്ട് ആയ രീതിയിൽ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണേണ്ടി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. നിങ്ങൾ ഏതാണോ കുക്ക് ചെയ്യുന്ന പാത്രം അതിലേക്കാണ് ഒഴിച്ചെടുക്കേണ്ടത്. ഒരിത്തിരി പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ടും അതിൽ കുറച്ച് ലൂസ് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസ് അറിയൂല നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസ് ആണ് ആക്കാൻ വിചാരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസ് ഒക്കെ ആയാൽ മതിയായിരിക്കില്ലേ. അപ്പോൾ ഗൈസ് ഈ ഒരു കൺസിസ്റ്റൻസ് ഡ്രൈ ആണ് ലൂസാണ് അങ്ങനെ ഒരു കൺസിസ്റ്റൻസ് ഉണ്ടാവില്ല. ആ കൺസിസ്റ്റൻസ് ആണ് ഞാൻ ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ് ഉണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസ് കറക്റ്റ് ചോക്ലേറ്റ് മതിയില്ലേ. പക്ഷേ ഇതിൽ കൂടുതലുള്ളത് 2 സെയിം തോന്നണല്ലേ. ടേസ്റ്റ് വെക്കാം. ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇത് ഇതിലോട്ട് അയച്ചു ചേർക്കാം. ഇതാട്ടെ ഈ കൺസിസ്റ്റൻസ് ആട്ടോ നമുക്ക് വേണ്ടത്. ഓക്കെ ഗൈസ് ഒരിത്തിരി അപ്പക്കാരം ഇട്ട് കൊടുക്കട്ടോ ഗൈസ്. ഒരിത്തിരി മതി. അപ്പോൾ ഗൈസ് ഒരിത്തിരി കുറച്ചെടുത്ത് മാറ്റുന്നത് കൂടുതലായി നിങ്ങൾ കണ്ടില്ല.
ഞാൻ അപ്പോൾ കറക്റ്റ് കാണാൻ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നെയ്യിൽ പെറ്റി നെയ്യിൽ അതിലേക്കാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് ആയ ഒരു പാത്രം അതിലേക്കാണ് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് അടിയിലൊരു പാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ സാധനം പാത്രം വെക്കാം. നെയ്യ് വെച്ചിട്ടുള്ള നമ്മൾ കംഫർട്ട് ആയിട്ടുള്ള പാത്രമില്ലേ അത്, അതിലേക്കാണ് നമ്മൾ ഈ ഒരു സാധനം വെച്ചെടുക്കാൻ പോണത്. നമ്മൾ ഇതിലൊരു ഓട്ട ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്താ ഈ ഒരു ഓട്ട, ഇതിലേക്ക് നമ്മളൊരു കടലാസ് കുത്തുന്നുണ്ട് കേട്ടോ. അതായത് ആവി പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുത്തുന്നത് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ബാറ്റർ ഒന്ന് ഒഴിച്ചെടുക്കാം. പലവർക്കും ആയിരുന്ന ഐഡിയ ആണ്, അറിയുന്നത് അറിയാത്തവർ ഇത് കണ്ട് ചെയ്യുക. കുറേ ഉണ്ടല്ലേ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഇതില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കണം. ക്ലിപ്പ് എൻ്റെ നിന്ന് പോയിട്ട് അതാണ് ഇങ്ങനത്. അപ്പോൾ ഞാൻ ഒഴിച്ചിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെയും ഡയറി മിൽക്ക് ഞാൻ ഒന്ന് മാറ്റി വെച്ചില്ലായിരുന്നു. ആ ഡയറി മിൽക്ക് എടുത്ത് കണ്ട് മുകളിൽ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് എങ്ങനെയോ മിക്സായി പോയിട്ട് അതാണ് ഞാനിതായത്. പിന്നെ നമുക്ക് ഡയറി മിൽക്കിൻ്റെ ഒഴിച്ചെടുക്കാം. പിന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. കട്ട് ചെയ്താൽ കേക്ക് മുറിക്കുന്നത്. അപ്പോൾ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ മുറിക്കാൻ കിട്ടില്ല, കാരണം ഞാൻ ആ ഉള്ളോട്ട് കത്തി കയറ്റിയില്ലായിരുന്നു. മുറിച്ചില്ലാത്ത കത്തി വേണം. നല്ല സോഫ്റ്റ്നെസ് ആട്ടെ ഇത്. ഉള്ളിൽ നിന്ന് നമ്മളെ ഇപ്പം ട്രെൻഡായിട്ടുള്ള സാധനം ഉണ്ട്, ഞാൻ മറന്നു അതിൻ്റെ പേര്. അപ്പോൾ ട്രെൻഡല്ല കേട്ടോ, ചോക്കോലാവല്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോക്ലേറ്റ് ഒളിച്ച് വരുന്ന മാതിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതാ കണ്ടില്ലേ. അപ്പോൾ നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉറപ്പ് വരുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഫസ്റ്റത്തെ ബൈറ്റ് ഞങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.